എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം ഏകാദശ സ്കന്ധം അധ്യായം 5 ആരംഭിക്കണം. ദേവി മഹാരാജാവ് എട്ടാമത്തെ ചോദ്യം ചോദിക്കുകയാണ് യോഗീശ്വരന്മാരോട്. ജ്ഞാനികൾ കൂടി വിഷയാസക്തി വർദ്ധിച്ച് ഭഗവത് ഭജനം ചെയ്യാതെ വിഷമിക്കുന്നു. ഈശ്വര ഭജനം ചെയ്യാതിരിക്കുന്നവർക്ക് എന്താണ് ഗതി? അപ്പൊ അതിന് ചമസൻ എന്ന യോഗീശ്വരനാണ് മറുപടി പറയുന്നത്. ഭഗവത് ഭജനം ചെയ്യാത്തവര് രണ്ട് വിധമുണ്ട്. ചരാചരങ്ങളെ മുഴുവൻ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന ഈശ്വരൻ എന്ന ശക്തിയെ കേൾക്കാൻ പോലും കഴിയാതെ വെറും വിഷയങ്ങളിൽ മാത്രം അങ്ങനെ ശ്രമിച്ചുകൊണ്ട് കഴിയുന്നവരാണ് ഒരു തരക്കാര്. വേദപാണ്ഡിത്യം, ആഭിജാത്യം, ധനം തുടങ്ങിയ സകല ഗുണങ്ങളും തികഞ്ഞവനും ഈശ്വരനാണ് എല്ലാം നടത്തുന്നത് എന്നറിഞ്ഞ് ഈശ്വരനെ സേവിക്കുന്നവരുമാണ് മറ്റു ചിലര്. ഇതില് ആദ്യം പറഞ്ഞവര് പുണ്യമുണ്ടെങ്കിൽ യാദൃച്ഛികമായിട്ട് സത്സംഗം സിദ്ധിക്കുകയാണെങ്കിൽ സത്സംഗം സിദ്ധിക്കുന്ന പക്ഷം ക്രമേണ സദ്ഗതിയെ പ്രാപിക്കുന്നു. രണ്ടാമത് പറഞ്ഞവരുടെ കഥ പകുതി വെന്ത് അരി കടിക്കുന്ന ചോറ് പോലെ കഷ്ടമാണ്. നേർവഴിയിൽ എത്തണമെങ്കിൽ വളരെ പ്രയാസമാണ്. കാരണം ദേഹശക്തി, ധനം, മാന്യത ഇതെല്ലാം അട്ടിപ്പേറ അവകാശമായിട്ട് കരുതിക്കൊണ്ട് ജീവിക്കുക. കണക്കിലധികം അഹങ്കരിക്കുകയും ചെയ്യുന്നു. എല്ലാം ഉണ്ട്. അപ്പൊ പിന്നെ ഇനിയിപ്പോ എന്താ ഈശ്വരനെ ഭജിക്കണേ? അങ്ങനെയാണ്. ഇവര് ഭഗവാനെ സ്നേഹിക്കണില്ല. സ്വന്തം കാമപൂരണത്തിന് മാത്രം ഈശ്വരനെ സേവിക്കുന്നു. യഥാർത്ഥത്തില് പരിഹസിക്കുകയും ചെയ്യുന്നു. ഭക്തന്മാരെ നിന്ദിക്കുമ്പോൾ ഭഗവാനെയും നിന്ദിക്കും. ഒപ്പം കർമ്മമൂഢന്മാരായ ഇവര് കായ മൂക്കാൻ കാത്തു നിൽക്കാതെ പൂ പൊട്ടിച്ചെടുത്ത് സാമ്പാർ വെച്ച് കൂട്ടി മേനി പറയുന്നവരാണ് ഇവര്. തന്നെയാണ് ഉദാഹരണം പറയുന്നത്. ഇവർക്ക് നരകം തന്നെ ഫലം. ഭഗവാനെ യഥാർത്ഥ ഭജനം ചെയ്ത് ഭക്തി സമ്പാദിക്കാത്തവര് ആരായാലും അവർക്ക് നരകം തന്നെ ഫലം. ചണ്ടാളനോ ചോമാതിരിയോ പണ്ഡിതനോ പാമരനോ ബാലനോ വൃദ്ധനോ സ്ത്രീയോ പുരുഷനോ ഇതൊന്നും ചോദ്യമില്ല. അപ്പൊ നിമി മഹാരാജാവ് വീണ്ടും ചോദിച്ചു 9ാമത്തെ ചോദ്യം. ഈശ്വര ഭജനത്തിന് കാലഭേദം കൽപ്പിക്കുന്നുണ്ടോ? അപ്പൊ അതിന് കരഭാജനൻ എന്ന യോഗീശ്വരനാണ് മറുപടി പറയുന്നത്. എല്ലാ കാലത്തും ഒരുപോലെ ഈശ്വര ഭജനം സാധ്യമായി വരില്ല. അതുകൊണ്ട് കാലം മാറുമ്പോൾ ഭജന രീതിയും മാറേണ്ടതായിട്ട് വരും. കൃതയുഗത്തിലെ കൃതകൃത്യന്മാരായ ജനങ്ങള് ബ്രഹ്മചാരിയുടെ രൂപത്തിൽ വെളുത്ത നിറത്തിൽ ധ്യാനയോഗത്താൽ ഭഗവാനെ ഉപാസിക്കുന്നു. ത്രേതായുഗത്തില് യജ്ഞത്താൽ സേവിക്കുന്നു. സൃക്സുവാദികളൊക്കെ ധരിച്ച് ചതുർഭുജനായ യജ്ഞപൂർത്തിയെ യജിക്കുന്നു. ദ്വാപര യുഗത്തില് പൂജാവിധിയാണ് നിശ്ചയിച്ചത്. ശ്യാമളവർണ്ണനായി തിരുവായുധങ്ങളോടുകൂടി ഭഗവാനെ പൂജിക്കുന്നു. കലിയുഗത്തിൽ നാമസങ്കീർത്തനമാണ് വിധിച്ചത്. രാമന്റെയും കൃഷ്ണന്റെയും ഒക്കെ അവതാര കഥകളും തിരുനാമങ്ങളും കീർത്തനം ചെയ്യലാണ് ഏറ്റവും വലിയ കലിയുഗ ധർമ്മം. കലിയുഗത്തില് സങ്കീർത്തനം കൊണ്ട് മാത്രം ആർക്കും എളുപ്പത്തിൽ മോക്ഷം നേടാം എന്നുള്ളത് ആ കലിയുഗത്തിന്റെ പ്രത്യേക ഗുണമാണ്. കലിയുഗത്തിൽ മനുഷ്യജന്മം കിട്ടാൻ ദേവന്മാരും കൂടി മോഹിക്കണം. ഭക്തന്മാര് ധാരാളം ജന്മമെടുക്കുന്നു. ഭാരതഭൂമിയിൽ ഭക്തിയോഗത്തിന് പ്രചാരവും കലിയുഗത്തില് വളരെയധികം ഉണ്ടാവും. വിധി നിഷേധങ്ങൾ കൂടി യഥാർത്ഥ ഭക്തന്മാരെ ബാധിക്കുന്നില്ല എന്നും മറ്റും നവയോഗികള് ദേവകി വസുദേവന്മാർക്ക് പറഞ്ഞു കൊടുത്തു. ഇത് കേട്ട് വസുദേവനും കൃതാർത്ഥനായി. മനോമാലിന്യങ്ങൾ നശിച്ച് കൃഷ്ണഭക്തി ഉണ്ടാവാൻ നവയോഗികളുടെ ഈ ഉപദേശം വളരെ വിശേഷമായിട്ടുള്ളതാണ്. അഥ ശ്രീമൽ ഭാഗവത ഏകാദശ സ്കന്ധ 5മോധ്യായ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേ. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം
ശ്രീരാജോവാച ഭഗവന്തം ഹരിം പ്രായോ ന ഭജന്ത്യാത്മവിത്തമാ തേഷാം അശാന്തകാമാനാം കാ നിഷ്ഠ അവിജിതാത്മനാം. രാജാവ് ചോദിച്ചു, ഭക്തിയില്ലാത്തവര് ഐഹിക സുഖത്തിനു വേണ്ടി കർമ്മം ചെയ്യുന്നു, എങ്കിലും എപ്പോഴും അതൊന്ന് സുഖമൊന്നും ലഭിക്കുന്നില്ല, ഉദ്ദേശിക്കാത്തതായ ദുഃഖം ഉണ്ടാവുകയും ചെയ്യുന്നു. എന്നാൽ ഭക്തിഹീനന്മാർക്ക് ഉണ്ടാവുന്ന ഫലവൈപരീത്യത്തിന്റെ സ്വഭാവവിശേഷത്തെ ഒന്ന് പറഞ്ഞു തരണം. ഭക്തിഹീനന്മാർക്ക് എന്താണ് ഫലം ഉണ്ടാവുക? ഈശ്വരഭക്തി ഇല്ലാത്തവർക്ക് എന്താണ് അനുഭവം ഉണ്ടാവുക? ഒന്ന് പറഞ്ഞു തരൂ എന്ന് അയോഗീശ്വരന്മാരോട് ചോദിക്കുകയാണ് രാജാവ്. തന്റെ ചോദ്യത്തിന് ഉത്തരം പറയാൻ ഈ മഹാന്മാര് തന്നെയാണ് എത്രയും യോഗ്യന്മാരെന്ന് രാജാവിന് നല്ല ബോധ്യമുണ്ട്. അതുകൊണ്ട് അല്ലയോ ആത്മജ്ഞാനികളിൽ വെച്ച് അതിശ്രേഷ്ഠന്മാരെ എന്നാണ് അവരെ സംബോധന ചെയ്യുന്നത്. ഭഗവാനെ ഭജിക്കാത്തവർക്ക് എന്താണ് സംഭവിക്കുന്നത്? അവരെ ഏത് അവസ്ഥയാ പ്രാപിക്കുക? ഭജിക്കുന്നവരുടെ പാപത്തെ സംഹരിക്കുന്ന ഹരിയെ ഭജിക്കാത്തവർക്ക് മുക്തിക്ക് അവകാശമില്ല. പിന്നെ എന്ത് ഫലമാണ് അവർക്ക് കിട്ടുന്നത്? വിഷയസുഖങ്ങളിൽ ഉദിച്ചു വരുന്ന ആഗ്രഹവും അതിനെ അനുസരിച്ച് പ്രവൃത്തിയും ശമിക്കുമ്പോഴല്ലാതെ ഭഗവത് ഭക്തി ഉണ്ടാവാൻ തരില്ല. ഇന്ദ്രിയങ്ങളെയും അന്ധകരണത്തെയും വിവേകത്താൽ സ്വാധീനപ്പെടുത്താത്തവർക്ക് വിഷയാശ ശമിക്കുകയുമില്ല. സാമാന്യമായി നോക്കുമ്പോൾ ലോകത്തിൽ ഈ വിധമുള്ളവരാണ് വളരെ അധികമുള്ളത്. ഭക്തന്മാര് വളരെ ദുർലഭം. ഭജിക്കാത്തവർക്ക് മുക്തിയില്ല എന്ന് മുമ്പ് തന്നെ പറഞ്ഞുല്ലോ. എന്നാൽ അവർക്കുണ്ടാവുന്ന അവസ്ഥ എന്താണെന്ന് എന്നിൽ കരുണ ചെയ്ത് നിങ്ങൾ പറഞ്ഞു തരണേ എന്ന് രാജാവ് അപേക്ഷിച്ചപ്പോ ചമസൻ എന്ന യോഗീശ്വരൻ അതിന് മറുപടി പറയണം. ശ്രീ ചമസ ഉവാച മുഖബാഹൂരുപാദേഭ്യ പുരുഷസ്യാശ്രമൈ സഹ ചത്വാരോ ജജ്ഞിരേ വർണ്ണാ ഗുണൈർവിപ്രാദയ പൃഥക്. ചമസൻ എന്ന യോഗീശ്വരൻ പറയുന്നു, ഭഗവത് ഭക്തി ഇല്ലാതെ ഇരിക്കുന്നവര് കൃതജ്ഞന്മാരാണ്. തങ്ങളുടെ ഉൽപ്പത്തി സ്ഥാനവും ഹിതാഹിതങ്ങൾ കാട്ടിക്കൊടുത്ത് സർവദാ രക്ഷിക്കുന്ന ഗുരുവുമായിരിക്കുന്ന ഭഗവാനെ ആദരിക്കാത്തവര് ഗുരുദ്രോഹം ചെയ്തവരാകയാൽ അവര് ഗതി തന്നെ പ്രാപിക്കും എന്നാണ് ഉത്തരം പറയാൻ പോണത്. അപ്പൊ അതിനുവേണ്ടി വർണ്ണാശ്രമങ്ങളുടെ ഉൽപ്പത്തി ഭഗവാനിൽ നിന്നാണ് എന്ന് ആദ്യം പറയണം. ഭഗവാന്റെ മുഖത്തിൽ നിന്ന് സത്വഗുണസമ്പന്നരായ ബ്രാഹ്മണരും കൈകളിൽ നിന്ന് സത്വഗുണവും രജോ ഗുണവും ഉള്ളവരായ ക്ഷത്രിയരും തുടകളിൽ നിന്ന് രജോ ഗുണത്തോടും തമോ ഗുണത്തോടും കൂടിയ വൈശ്യരും കാലുകളിൽ നിന്ന് തമോ ഗുണത്തോടു കൂടിയ ശൂദ്രരും ഉണ്ടായി. ഭഗവാന്റെ ജഘനത്തിൽ നിന്ന് ഗൃഹസ്ഥാശ്രമവും ഹൃദയത്തിൽ നിന്ന് ബ്രഹ്മചര്യവും മാറിൽ നിന്ന് വാനപ്രസ്ഥാശ്രമവും ശിരസിൽ നിന്ന് സന്യാസവും ഉണ്ടായി. ഇങ്ങനെ ഇതെല്ലാം ഭഗവാനിൽ നിന്ന് തന്നെയല്ലേ ഉണ്ടായത്. അപ്പോ വർണ്ണാശ്രമങ്ങളുടെ ഉൽപ്പത്തി സ്ഥാനം ഭഗവാൻ തന്നെ. യേഷാം പുരുഷം സാക്ഷാൽ ആത്മപ്രഭവമീശ്വരം ന ഭജന്ത്യവജാനന്തി സ്ഥാനാൽ ഭ്രഷ്ടാ പതന്ത്യഥ. തങ്ങളുടെ ജന്മസ്ഥാനമായും നിയന്താവായും ഇരിക്കുന്ന പുരുഷോത്തമനായ ഭഗവാനെ ഭജിക്കേണ്ടത് എല്ലാവരുടെയും കടമയാകയാൽ ആര് അങ്ങനെ ഭജിക്കാതെയും അറിഞ്ഞിട്ടും അറിയാത്തവരെ പോലെ ശ്രദ്ധ വയ്ക്കാതെയും ഇരിക്കുന്നുവോ അവര് വർണ്ണാശ്രമാദി വ്യവസ്ഥകൾ അനുസരിച്ച് പ്രവൃത്തി ചെയ്യുന്നതിന് തക്കതായ സ്ഥാനത്തിൽ നിന്നുകൂടി അധപ്പതിക്കുന്നു. ഉപകാരസ്മരണയില്ലാതെ സർവോപകർത്താവായ ഭഗവാനെ മറന്നതുകൊണ്ട് ഇവർക്ക് നരകം തന്നെയാണ് ഗതി. ദൂരേ ഹരികഥാ കേജിൽ ദൂരേ ച അച്യുത കീർത്തനാഹ സ്ത്രീയശൂദ്രാദയശ്ചൈവ തേ അനുകമ്പ്യാ ഭവാദൃശാം. ചിലര് ഹരികഥാ കാലക്ഷേപം ചെയ്യുന്ന ദിക്കിൽ കൂടി പോവുകയോ ആ കഥ കേൾക്കുകയോ സ്വയം കീർത്തിക്കുകയോ ചെയ്യാൻ ഇഷ്ടമില്ലാത്തവരായിരിക്കും. ഇവരിൽ സജ്ജന സംസർഗത്തിനും ശാസ്ത്ര ശ്രവണത്തിനും സംഗതി വരാതെ കേവലം അജ്ഞരായിരിക്കുന്ന സ്ത്രീകളും ശൂദ്രരും ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരെ കുറിച്ച് അങ്ങയെ പോലെയുള്ള മഹാന്മാര് ദയ കാട്ടണം. അറിവില്ലാത്തത് കൊണ്ടാണ് അവര് ഭജിക്കാത്തത് എന്ന് വിചാരിച്ച് അറിവുണ്ടാക്കി തീർക്കാൻ കഴിയുന്ന പോലെ ശ്രമിക്കണം എന്ന് പറയും. ബാക്കിയുള്ള ശ്ലോകങ്ങള് നാളെ നോക്കാം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ.